അഥർവണേയാം പ്രവതേത ബ്രഹ്മാ അഥർവാതാം പുരോവാചാംഗിരേ ബ്രഹ്മവിദ്യാം സ ഭാരദ്വാജായ സത്യവഹായ പ്രാഹ ഭാരദ്വാജോംഗിരസേ പരാവരാം. അഥർവണേയാം പ്രവതേത ബ്രഹ്മാ അഥർവാതാം പുരോവാചാംഗിരേ ബ്രഹ്മവിദ്യാം സ ഭാരദ്വാജായ സത്യവഹായ പ്രാഹ ഭാരദ്വാജോംഗിരസേ പരാവരാം. അഥർവനായിക്കൊണ്ട് യാം, ശരിക്കും അർത്ഥം പറയേണ്ടത് യാതൊരുവളേന്നാണ്. നമുക്ക് അർത്ഥം പറയും, മലയാളത്തിൽ പറയുമ്പോൾ യാതൊന്നിനേന്ന് പറയാം, പക്ഷേ സ്ത്രീലിംഗാണെന്ന് ഓർമ്മിക്കുക. യാം എന്തുകൊണ്ടാണ് സ്ത്രീലിംഗം പ്രയോഗിച്ചേ? ബ്രഹ്മവിദ്യ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട്. ബ്രഹ്മവിദ്യ സ്ത്രീലിംഗമാണ്, സർവവിദ്യാ പ്രതിഷ്ഠ സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് യാം എന്ന് സ്ത്രീലിംഗം പ്രയോഗിച്ചത്. അപ്പം യാതൊരുവളെ ച അർത്ഥം യാതൊരു ബ്രഹ്മവിദ്യയെ അഥർവനായിട്ട് ബ്രഹ്മാ പ്രവദേത. അവിടെ പ്രവദേത എന്നുള്ളതിന് നമ്മൾ ഭാഷാനിയമം മാറ്റി അർത്ഥം പറയണം. കാരണം പ്രവദേത എന്ന് പറഞ്ഞാൽ പറയണം എന്നാണ് അർത്ഥം. അതിവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രവദേത എന്നുള്ളതിന് പ്രാവദത് എന്നോ മറ്റോ അർത്ഥം എടുക്കണം. അതായത് പറഞ്ഞു എന്നർത്ഥം എടുക്കണം. വേദത്തിലാവുമ്പോൾ അങ്ങനെയൊക്കെ ആവാം. വേദം പാണിനീയത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ഒതുക്കപ്പെട്ടതൊന്നുമല്ല. നമ്മളാരെങ്കിലും ഇപ്പോൾ പാണിനീയത്തിന് വിരുദ്ധമായിട്ട് സംസ്കൃതം പറഞ്ഞാൽ തെറ്റാന്ന് പറയും, സ്വാമി തെറ്റ് പറഞ്ഞു എന്ന് പറയും. പക്ഷേ ഋഷിമാർ, പരാവിദ്വാൻമാരായിട്ടുള്ളവർ പാണിനീയത്തിനെതിരെ പറഞ്ഞാൽ തെറ്റാന്നാരും പറയില്ല. അവർ പറഞ്ഞുകൊണ്ടത് ശരിയാന്നേ പറയുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ വ്യാസഭഗവാൻ എഴുതി പാണിനീയത്തിനനുസരിച്ച് യോജിക്കില്ല വെച്ചാൽ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഋഷിപ്രോക്തമായതുകൊണ്ട് ശരിയാണ് എന്ന് പറയണം. കാരണം ഋഷിമാർ പറഞ്ഞതിനെ നമുക്ക് വിലയിരുത്താൻ അധികാരമില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പ്രവദേത എന്നുള്ളതിന് പ്രാവദത് എന്നർത്ഥം എടുക്കണം. അതായത് അഥർവനായിക്കൊണ്ട് ബ്രഹ്മാവ് യാതൊന്നിനെ പറഞ്ഞു കൊടുത്തുവോ, യാതൊരു സത്യത്തെ ബ്രഹ്മാവ് അഥർവനോട് ഉപദേശിച്ചുവോ, താം അവളെ, ആ ബ്രഹ്മവിദ്യയെ, പുരാ പണ്ട്, പണ്ട് തന്നെ, ഇപ്പോഴൊന്നുമല്ല, വളരെ പണ്ട്, അഥർവൻ എന്ത് ചെയ്തു? അങ്കിരേ ഉവാച, അങ്കിക്ക് ഉപദേശിച്ചു ബ്രഹ്മവിദ്യയെ. അപ്പം ബ്രഹ്മാവ് തനിക്ക് പറഞ്ഞു തന്ന ബ്രഹ്മവിദ്യയെ അഥർവൻ അങ്കിക്ക് ഉപദേശിച്ചു. അവിടെ അങ്കി ആരാ? പുത്രനാണോ ശിഷ്യനാണോ നമുക്കറിയില്ല. രണ്ടിലൊന്നാണ്. എന്തായാലും ശിഷ്യനാണല്ലോ. അങ്ങനെ അങ്കിയായി ഇപ്പോൾ ഗുരു. ഓരോ തലമുറ കഴിയുമ്പോഴും ശിഷ്യൻ ഗുരുവാകും. അങ്കി എന്ത് ചെയ്തു? സഹ, അയാൾ എന്ന് പറഞ്ഞാൽ അങ്കി, ഇങ്ങനെ ലഭിച്ച ആൾ. അങ്കി ഭാരദ്വാജായ സത്യവഹായ പ്രാഹ, സത്യവഹനായി കൊണ്ട് ഉപദേശിച്ചു. ആരാ സത്യവഹൻ? ഭാരദ്വാജനാണ്. അപ്പോൾ ഉറപ്പിച്ചു അത് പുത്രനല്ല, ശിഷ്യനാണ്. ഭരദ്വാജൻ്റെ ഗോത്രത്തിൽ പിറന്ന സത്യവഹൻ എന്നുള്ള ആൾക്ക് ഉപദേശിച്ചു.
അപ്പം ഭരദ്വാജൻ്റെ ഗോത്രത്തിൽ പിറന്ന എന്ന് പറയുമ്പോൾ ഉറപ്പല്ലേ അത് തൻ്റെ കുട്ടിയല്ല എന്നുള്ളത്. അപ്പം അവിടെയാണ് ശിഷ്യ പരമ്പരയുടെ ആരംഭം. അപ്പം അങ്കി സത്യവഹന് ഉപദേശിച്ചു. അപ്പോൾ ബ്രഹ്മാവ്, അഥർവൻ, അങ്കി, സത്യവഹൻ, ഇത്രയായി, 4 തലമുറയായി. സത്യവഹൻ എന്ത് ചെയ്തു? ഭരദ്വാജ പുത്രനായ അല്ലെങ്കിൽ ഭരദ്വാജൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനായ സത്യവഹൻ പരാവരമായ ആ വിദ്യയെ, പരന്മാരിൽ നിന്ന് അവരന്മാരിലേക്ക് പകർന്നു നൽകപ്പെട്ട വിദ്യയെ, പൂർവികന്മാരിൽ നിന്ന് പിന്നീടുള്ളവരിലേക്ക് പകർന്നു നൽകപ്പെട്ട വിദ്യയെ അങ്കിരസേ ഉവാച, അങ്കിരസിന് ഉപദേശിച്ചു. അങ്കിരസിന് ഉപദേശിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നദീപ്രവാഹം പോലെ ഈ വിദ്യ പരിശുദ്ധയായി ഒഴുകുകയാണ്. ആരും കെട്ടിക്കൂട്ടി വയ്ക്കുന്നില്ല. കിട്ടിയത് കൊടുക്കുന്നു. ഇത് നമ്മുടെ കർത്തവ്യമാണ്. നമുക്ക് ഏതറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ അറിവിനെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കണം, നിർബന്ധമാണ്. നമുക്ക് പല മേഖലകളിലുള്ള അറിവുകളുണ്ടാവും. ആ അറിവിനെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കണം. അവിടെ ചോദ്യം, എൻ്റെ മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, എന്നാൽ ഒരാളെ കണ്ടുപിടിച്ച് ഉപദേശിക്കണം. അതാണെന്ത്? അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ആദ്യത്തെ മക്കളാണ്, രണ്ടാമത് വന്നപ്പോഴത്തേക്ക് മക്കളല്ല. അവർക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മക്കളുണ്ടായിട്ട് അവർക്ക് താല്പര്യമില്ലാത്തതാണോ അല്ല മക്കളില്ലാത്തതാണോ നമുക്കറിയില്ല. രണ്ടായാലും ഒരു ഉപദേശം ലഭിച്ചതിനെ പൂഴ്ത്തി വെച്ചില്ല. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് അറിവുകൾ നഷ്ടമായി പോകുന്നത്. എത്രമാത്രം അറിവുകൾ നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുത്താൽ അത്ഭുതപ്പെടും. നമുക്ക് അറിയുന്നത് ചിന്തിച്ചാൽ തന്നെ എന്തെല്ലാം വിശിഷ്ടങ്ങളായ അറിവുകൾ നമുക്കുണ്ടായിരുന്നു. ഒന്നും ഉപദേശിക്കാണ്ട്, രഹസ്യമാണ്, ഉപദേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നഷ്ടപ്പെടുത്തി. നമ്മളെപ്പോഴും ഓർമ്മിക്കാറുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരമ്മ ഈ കഞ്ഞിക്കലത്തിൽ നല്ല തിളച്ച കഞ്ഞിവെള്ളവും ചോറും എല്ലാം കൂടിയ മിശ്രം വാർത്തെടുക്കുകയാണ്. പെട്ടെന്ന് പിടിവിട്ടുപോയി ഒന്നായിട്ട് തിളച്ച കൊഴുത്ത വെള്ളം വയറിന് താഴോട്ട് മുഴുവൻ വീണു. ഇത് കഥയല്ല. ഉടനെ തന്നെ അവരുടെ മുത്തശ്ശി ഓടിപ്പോയി പറമ്പിൽ നിന്ന് എന്തോരു മരുന്ന് പറിച്ച് കൊണ്ടുവന്ന് അരച്ച് പുരട്ടി. അവർക്ക് കല പോലും ഇല്ലാതെ ഉണങ്ങി. ഒരു കല പോലും ഇല്ലാതെ. ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ കാലിന് ഒട്ടിപ്പോണ്ട കേസാ. ഒരു സകല അവയവങ്ങളും പോണ്ടതാണ്. ഒരു പാട് പോലും ഇല്ലാണ്ട് ഉണങ്ങി. പലരും മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി എന്താ മരുന്നെന്ന് പറഞ്ഞുതരാം. അയ്യോ, പറഞ്ഞു തന്നാൽ ഫലം പോവും. എന്താണ്? പറഞ്ഞു തന്നാൽ ഫലം പോവും. എടേ, മുത്തശ്ശിക്ക് എവിടുന്ന് കിട്ടി? ആരോ പറഞ്ഞു കൊടുത്തല്ലേ? അതെങ്ങനെയാ പറഞ്ഞു കൊടുത്താൽ ഫലം പോവുക? അതിന് ഫലം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ പോവുമോ? എന്താ അഭിപ്രായം? അതിന് ഫലം ഉണ്ടെന്ന് നിൽക്കുക, എന്നാൽ പറഞ്ഞു കൊടുത്താൽ പോവുമോ? ഇല്ല. ഈ ജാതി അബദ്ധ വിശ്വാസങ്ങളെ കൊണ്ടാണ് നമ്മുടെ അറിവുകൾ ഏറെയും നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്കിപ്പോൾ ഉള്ള അറിവുകളെങ്കിലും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണം. എന്നിട്ട് വേണം കാറ്റു പോവാൻ. അത് ശ്രദ്ധിക്കുക. പൂർണ്ണ അറിവ് നേടട്ടെ എന്നിട്ടാവാൻ ആർക്കും സാധ്യമല്ല. എനിക്ക് പൂർണ്ണ അറിവ് കിട്ടിയിട്ട് ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം, അസാധ്യം. ഒരിക്കലും അറിവ് പൂർണ്ണമായി എന്നുള്ള ബോധം
വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. അത് സ്വരൂപബോധം മാത്രമേ ഉള്ളൂ. ആ സ്വരൂപബോധോട്ട് പകർന്നു കൊടുക്കാൻ പറ്റുകയില്ല. പോരെ, വഴി കാണിച്ചു കൊടുക്കാനേ പറ്റൂ. ചിന്തിക്കുക. അപ്പോൾ ഇത് വലിയൊരു പാഠമായി ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരാരും അറിവിനെ പൂഴ്ത്തി വെച്ചില്ല. തങ്ങൾക്ക് ലഭിച്ചതിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറി. പൂർവികന്മാരെന്ത് ചെയ്തോ അതിൽ നിന്ന് നല്ല പാഠങ്ങൾ നമ്മളും പിന്തുടരണം. ശ്രദ്ധിക്കുക. ഇങ്ങനെ ബ്രഹ്മാവ്, അഥർവൻ, അങ്കി, സത്യവഹൻ, അങ്കിരസ് എന്ന രീതിയിൽ ബ്രഹ്മവിദ്യ എത്തിപ്പെട്ടു. അപ്പോൾ ഇപ്പം നമ്മുടെ ഗുരുനാഥൻ അങ്കിരസാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ മുണ്ടകോപനിഷത്തിലെ ഗുരുനാഥൻ അങ്കിരസാണ്. കാരണം അവിടെ നിങ്ങട്ട് ഇപ്പോൾ പരമ്പര പറയണില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കാം, അങ്കിരസ് അറിവ് കൊണ്ട് വളരെ പ്രസിദ്ധനായി തീർന്നു എന്ന് മനസ്സിലാക്കാം. മറ്റേതാരും മോശക്കാരാന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്കിരസ് വലിയ പ്രസിദ്ധനായി തീർന്നു. അങ്ങനെ പ്രസിദ്ധനായി തീരണമെങ്കിൽ അയാൾ ഉപദേശിച്ചിട്ടുണ്ടാവും, ഇല്ലേ? നീ പ്രസിദ്ധനായി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ചോദ്യം. ഇവിടെ ഒരു മഹാശാലനാണ് ശിഷ്യനായിട്ട് പോണത്. അപ്പം മഹാശാലൻ എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനായിട്ടുള്ള ആളാണ്, വലിയ പ്രഭാവമുള്ള ആളാണ് സമൂഹത്തിൽ. അപ്പോൾ സമ്പന്നനും പ്രഭാവശാലിയുമായ ഒരാളെടുത്ത് ശിഷ്യനായി പോകണമെങ്കിൽ അയാൾ അത്രയും പ്രസിദ്ധനാവണമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വേണം, അല്ലാത്ത ആളെടുത്ത് പോവില്ല. അതിന് പ്രസിദ്ധി ആവശ്യമാണ്. പ്രസിദ്ധി കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പ്രസിദ്ധി കൊണ്ടോ പേര് കൊണ്ടോ പ്രശസ്തി കൊണ്ടോ നമുക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ വിദ്യയുടെ പ്രചരണം നടക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ പേരും പ്രശസ്തിയും നിർബന്ധമായി വേണം. നമുക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ അറിവിനെ ലോകത്തിൽ പ്രചരിപ്പിക്കണം. ഇത് ഏറ്റവും വളരെ മനോഹരമായൊരു ദൃഷ്ടാന്തം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലുണ്ട്. സ്വാമിജി അമേരിക്കയിൽ വളരെ തിരക്ക് പിടിച്ച പ്രഭാഷകനായി മാറി, പെട്ടെന്ന് തന്നെ പ്രസിദ്ധനായി മാറി. അമേരിക്കയിലുള്ള അക്കാലത്തുള്ള എല്ലാ വർത്തമാന പത്രങ്ങളിലും ഏറെക്കുറെ എല്ലാ ദിവസവും സ്വാമിജിയുടെ പ്രഭാഷണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരും, അത്ഭുതകരമായ രീതിയിൽ. സ്വാമിജിയുടെ മുഴുവൻ വെട്ടിയെടുത്ത്, ഒറ്റയൊന്നില്ലാണ്ട് വെട്ടിയെടുത്ത് മദ്രാസിലെ, ഇപ്പോഴത്തെ ചെന്നൈയിലെ അലസിംഗ പെരുമാൾക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അലസിംഗ പെരുമാളോട് പറയും, നമ്മളെ ഇന്ത്യൻ വർത്തമാന പത്രങ്ങളിൽ പരമാവധി പ്രാധാന്യത്തോടു കൂടി ഇത് കൊടുക്കണം. ചിലപ്പോൾ വഴക്ക് പറഞ്ഞൊക്കെ കത്തെഴുതും. അയ്യോ, നിങ്ങൾ വായിച്ചു നോക്കൂ, കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമിജി ഒന്ന് വായിച്ചു നോക്കൂ. ഇങ്ങനെ മുഴുവൻ വായിക്കാൻ വയ്യാച്ചാൽ ഇപ്പോൾ കത്തുകൾ മാത്രം എടുത്തിട്ട് ബൃഹത്തായ 4 ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് രാമകൃഷ്ണ മിഷൻ. ഒന്ന് വാങ്ങി വായിക്കൂ, ലെറ്റേഴ്സ് ഓഫ് സ്വാമി വിവേകാനന്ദ, 4 വോളിയുണ്ട്. അതിമനോഹരമായ ഗ്രന്ഥമാണ്. ചീത്ത പറഞ്ഞിട്ട് എഴുതും അലസിംഗ പെരുമാൾ. നീയൊക്കെ എന്താ ചെയ്യണത്? ഞാനിവിടെ തണുത്ത് വിറച്ച് കഷ്ടപ്പെട്ട് കഴിയാണ്, നീ എന്താ വേണ്ട പോലെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കാഞ്ഞത്? നമ്മൾ വിചാരിക്കും വിവേകാനന്ദ സ്വാമിക്ക് ഇത്ര പേരിനോടും പ്രശസ്തിയോടും ആഗ്രഹമുണ്ടോയെന്ന് തോന്നും. സ്വാമിജിയുടെ മനസ്സിൽ വലിയൊരു പ്ലാനുണ്ട്. എന്താ പ്ലാൻ? താൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാരതം തന്നെ സ്വീകരിക്കാൻ തയ്യാറാവണം. വലിയ പേരും പ്രശസ്തിയും അപ്പോഴത്തേക്ക് ഉണ്ടായാൽ മാത്രമേ നാട്ടുകാർ തന്നെ കേൾക്കൂ. നാട്ടുകാർ കേട്ടാലേ അടിമത്തത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള പ്രേരണയും ചോദനയും നൽകാൻ പറ്റൂ. തനിക്ക് വേണ്ടി ഒന്നുമില്ല. അപ്പോൾ അവിടെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ധർമ്മത്തിന് വേണ്ടിയാ, സമാജത്തിന് വേണ്ടിയാ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
നമ്മൾ പൊതുവെ പറയാം, എനിക്ക് പേരും വേണ്ട പ്രശസ്തിയും വേണ്ട, എന്ത് എനിക്കൊന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മന്ത്രങ്ങളുണ്ട് തൈത്തിരീയോപനിഷത്തിൽ. എനിക്ക് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാവണം, എനിക്ക് ധാരാളം പണം ഉണ്ടാവണം, എനിക്കിഷ്ടം പോലെ തിന്നാനും കുടിക്കാനുള്ള വകകളുണ്ടാവണം, എനിക്ക് നല്ലപോലെ കമ്പിളി ഉണ്ടാക്കാനുള്ള തരം ആടുകളുണ്ടാവണം, എന്നെപ്പോലുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പേരുള്ളവനാവണം എന്നൊക്കെ മന്ത്രമുണ്ട്. ഒന്നും വെറുതെ പറയണമല്ല. തൈത്തിരീയോപനിഷത്ത് പഠിച്ചു നോക്കൂ. നമ്മൾ വിചാരിക്കും, എന്തിനാ ഋഷിക്ക് ഇത്രയ്ക്ക് താല്പര്യം ഈ പേരിനും പ്രശസ്തിക്കൊക്കെ, പണത്തിനൊക്കെ താല്പര്യം എന്തിനാ? സംശയം നമ്മുടെ ഉള്ളിൽ വരും, ഉറപ്പാണ് വരും. കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല പാടില്ല എന്നാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ കാണാൻ അതിൻ്റെ ഉത്തരം. കുറച്ച് മുന്നോട്ട് പോയാൽ എൻ്റെ അടുത്തേക്ക് ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വരട്ടെ. അവർ നല്ല അറിവുള്ളവരാകട്ടെ, അവർ നല്ല ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരാകട്ടെ, അവർ നല്ല മനോനിയന്ത്രണമുള്ളവരാകട്ടെ. അങ്ങനെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നാൽ എന്ത് വേണം? ആദ്യം അവർക്ക് എന്ത് കൊടുക്കണം? ചാപ്പാട് കൊടുക്കണ്ടേ? കൊടുക്കണമെങ്കിൽ ഇവിടെ വല്ല വകയും വേണ്ടേ? രണ്ടാമത് തണുപ്പ് കാലത്ത് അവർക്ക് പുതപ്പ് കൊടുക്കണ്ടേ? അപ്പോൾ കമ്പിളി വേണ്ടേ? വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വരണമെങ്കിലോ എനിക്ക് പ്രസിദ്ധി വേണ്ടേ? ഇല്ലെങ്കിൽ വരുമോ? എന്താ അഭിപ്രായം? പ്രസിദ്ധിയില്ലാത്ത എത്രയോ വിദ്വാൻമാരുണ്ടാവും, പരമവിദ്വാൻമാർ. അവരായിരിക്കാം വലിയ വിദ്വാൻമാർ. പക്ഷെ നമ്മളാരെങ്കിലും പഠിക്കാൻ പോകാറുണ്ടോ? ഇല്ല. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അങ്കിരസിൻ്റെ അടുത്തേക്ക് ഒരു മഹാശാലൻ പോയെങ്കിൽ അങ്കിരസ് അത്രയും പ്രസിദ്ധനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ശൗനകോഹ വൈ മഹാശാലഃ വിധി അങ്കിരസം വിധിവദുപസന്ന പപ്രച്ഛ കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. ശൗനകോഹ വൈ മഹാശാലോ അങ്കിരസം വിധിവദുപസന്ന പപ്രച്ഛ കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. ഹ വൈ, നിശ്ചയമായിട്ടും ഇങ്ങനെ കണ്ടിരുന്നു പോലെന്ന് പറയില്ലേ, ഇങ്ങനെ ഉണ്ടായിരുന്നു പോലെന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് അവിടെ ഹ വൈ പ്രയോഗം. ശൗനകഃ, ശൗനകൻ. ശൗനകൻ ഒരാളുടെ പേര്. പേരിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ ശുനകൻ്റെ മകൻ. ശുനകൻ്റെ മകനാണ് ശൗനകൻ. ഇന്നിപ്പോൾ അങ്ങനത്തെ പേരൊന്നും നമ്മൾ പൊതുവേ ഭാരതത്തിലിടാറില്ല. ഉണ്ടോ? മറ്റ് രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം പേര് ഫോക്സ്, മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുമുണ്ട്. ബുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി പേരുണ്ട്, വ്യക്തിപ്പേരുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ പൊതുവേ ഇടാറില്ല. അപ്പോൾ എന്താ ഉണ്ടോ? എന്ത്? ഋഷിയല്ല പറഞ്ഞത്, ശൗനക എന്നാ പറഞ്ഞത്. ശുനക്. ഇപ്പം ഉണ്ടോ? ഇവിടെയാ? ഇന്ത്യയിലാ? അത് ശരി, പോയില്ലേ. ഇത് ഇന്ത്യക്കാരനായിക്കോട്ടെ, അയാൾ അവിടെ വളരുമല്ലേ. അയാളുടെ അച്ഛനും അമ്മയും അവിടെയല്ലേ. ഇവിടുന്ന് പോയതാ? പോയിട്ട് 2 ജനറേഷൻ ആയോ? അല്ല ഇപ്പോൾ ആണോ? എന്നാ ശരി, സന്തോഷം, നല്ല പേര്. അങ്ങനെ ഇടണേ.
അങ്ങനെ പേരിടണം, എന്നാലേ ആ തെറ്റിദ്ധാരണ പോവുള്ളൂ. ശൗനകൻ എന്ന് പറഞ്ഞാൽ ശുനകൻ്റെ മകൻ. ശുനക് എന്ന് പറഞ്ഞാൽ ശുനകൻ. എന്താ ശുനകൻ എന്ന് പറഞ്ഞ അർത്ഥം? നായ അല്ലേ? അതെ. അപ്പോൾ ശൗനകൻ എന്ന് പറഞ്ഞാലോ? അത് തന്നെ. അതിലെന്താ ചീത്തത്തരം? ഒന്നുമില്ല. ശുനസാതത്യഗമനെ എന്നാണ് ധാതു. ശുനധാതു നിരന്തര സഞ്ചാരത്തെ പറയുന്നതാണ്. അപ്പോൾ ശുനകൻ എന്ന് പറഞ്ഞാലാ? നിരന്തരം സഞ്ചരിക്കുന്നവൻ. അങ്ങനെയാണ് നായയ്ക്ക് ശുനകൻ എന്ന് പേര് വന്നത്. നായ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ശ്രദ്ധിച്ചില്ല? ഇവിടെ വന്ന് കിടന്നിങ്ങനെ നാവൊക്കെ നീട്ടി കുറച്ച് നേരം കിടന്നാൽ ഒറ്റണീക്കല പോയി അവിടെ പോയി കിടക്കും, അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇതിങ്ങനെ എന്ത് പണിക്കാൻ പോണത്? ഒരു പണി ഉണ്ടാവില്ല, എന്നാലും ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് നല്ല ആരോഗ്യമാണ്. അതിന് വ്യായാമക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ പൊതുവേ വരില്ല. മനുഷ്യന്മാർ പിടിച്ച് കെട്ടിയിട്ട് കൂട്ടിലാക്കിയാൽ മാത്രമേ നായക്കൾക്ക് രോഗം വരൂ, അല്ലാണ്ട് രോഗം വരില്ല. കാരണം എപ്പോഴും എക്സസൈസാണ്, ഓടിക്കൊണ്ടേ പോവും, അല്ലേ? ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പണിക്കും. എന്തെന്നൊക്കെ തിരക്ക് കുറച്ചു നേരം കിടന്നോന്ന് പറയാൻ പറ്റില്ല. ശുനക അതാണ്. അതുപോലെ നിരന്തരം സഞ്ചരിക്കുന്നവരാണ് ശുനകന്മാർ. നമ്മളൊക്കെ ശുനകനാണ്, നിക്കക്കള്ളിയില്ലാണ്ടുള്ള ഓട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ ആഴ്ച, ഈ ജനുവരി അങ്ങോട്ട് ആയതിനു ശേഷമുള്ള ഓട്ടം പറഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ടു വീഴും, ഒരു സംശയമില്ല. അത്രയാണ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. അപ്പോൾ ശുനകനാണ്. സ്വസ്ഥമായിട്ട് തന്നെ ഓടണത്. സ്വസ്ഥത ഇല്ലാച്ചാൽ ഇപ്പോൾ ഇവിടെ ഇരുന്നത് പറയുക, എന്തൊരു കഷ്ടം അത്. അവിടെ സ്വസ്ഥത എന്നുള്ളത് മറ്റേ അർത്ഥം എടുക്കരുത്. ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടെന്നാണ് പറഞ്ഞത്. ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടുള്ള ഓട്ടാണ്, സ്വസ്ഥതയ്ക്കൊരു കുറവുമില്ല. അങ്ങനെ ഉള്ള ശുനകൻ്റെ പുത്രനാണ് ശൗനകൻ. ആരായി ശൗനകൻ? മഹാശാലഹ. അപ്പം തന്നെ ഉറപ്പാവനെ ഓടണമെന്ന്. മഹാശാലഹ, അനേക ശാലകൾ നടത്തുന്നവനാണ്. വിദ്യാശാല, യജ്ഞശാല, പാകശാല, കലാശാല, ഒരുപാട് ശാലകൾ, ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് അവന്. ചെറുതല്ല, ചെറിയ ആളല്ല. ഒരു ശാല നടത്തുന്ന ആൾ, ഒരു ബിസിനസ് നടത്തുന്ന ആളെ മഹാ എന്ന് പറയില്ല. മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കധികം ശാലകൾ അവൻ നടത്തുന്നുണ്ട്. വിദ്യാശാല നടത്തുക, അതേസമയത്ത് കലാശാല നടത്തുക, യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ മാനേജർ എന്ന് പറയാം, യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കുലപതി എന്ന് പറയാം. ഇപ്പുറത്ത് പാകശാല, അതിൻ്റെ ഹെഡ്. അപ്പുറത്ത് അന്നശാല, അതിൻ്റെ ഹെഡ്. അപ്പുറത്ത് യജ്ഞശാല, അതിൻ്റെ ഹെഡ്. ഇങ്ങനെ അനേക ശാലകൾ നടത്തുന്ന ആളെന്ന് പറഞ്ഞാൽ അത്ര തിരക്കുള്ള ആളാണ്, അത്ര ബിസി ആയിട്ടുള്ള ആളാണ്. ബിസിനസ്സാണ്. അപ്പോൾ വലിയ, അപ്പം അത്രയും വലിയ സമ്പന്നനായിരിക്കുമല്ലോ. അല്ലാത്ത ആൾക്ക് ഇപ്പോൾ ഇതൊക്കെ നടത്താൻ പറ്റുമോ? വലിയ പൈസക്കാരനായിരിക്കും, പ്രഭാവശാലിയായിരിക്കും, സമൂഹത്തിലായൊക്കെ അത്രയും വലിയ പ്രഭാവം ഉണ്ടാവും. അങ്ങനെയുള്ള ആളാണ് മഹാശാലഹ. എന്താ പേര്? ശൗനകൻ. അയാൾ വിധിപ്രകാരം അങ്കിരസിനെ ഉപസന്നനായി, അരികെ പ്രാപിച്ചവനായി. അവിടെ അരികെ പ്രാപിച്ചവനായി എന്ന് പറഞ്ഞിടത്ത് വിധിവത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വിധിപ്രകാരം വിദ്യ അർത്ഥിച്ച് ഗുരുനാഥൻ്റെ അടുത്ത് പോകുമ്പോൾ വിധിപ്രകാരം പോകണം, ശ്രദ്ധാഭാവത്തോടു കൂടി പോകണം. ആ ശ്രദ്ധയെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയുള്ള ബാഹ്യ ആചരണങ്ങളും ഉണ്ട്. ആ ബാഹ്യ ആചരണങ്ങളെക്കുറിച്ച് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്ന്. പോവുക, നമസ്കരിക്കുക, പരിപ്രശ്നം ചെയ്യുക, സേവ ചെയ്യുക.
ഇതൊക്കെ ബാഹ്യഭാവമാണ്. ആ ഉപസത്തിക്ക് വേണ്ട ആന്തരിക ഭാവത്തെ ഭഗവാൻ പറയുന്നുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോയാൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. അപ്പം ശ്രദ്ധയോടുകൂടി തത്പരതയോടുകൂടി ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടി വേണം പോവുക. അപ്പം ആന്തരികമായി ശ്രദ്ധയും ഇന്ദ്രിയ നിയന്ത്രണവും താത്പര്യവും, ബാഹ്യമായി സേവ, നമസ്കാരം, സംശയം ചോദിക്കൽ തുടങ്ങിയവ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് പോയി. അതാണ് വിധിവത്. അല്ലാതെ ഗുരുനാഥൻ തിരക്കിട്ടൊരു സ്ഥലത്തേക്ക് നടന്നു പോകും. അപ്പോഴാണ് ചോദിക്കുന്നത്, അതായത് ഇങ്ങനെ കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാനം ഭവതി, പോളാന്ന് പറയും ഗുരു, അല്ലേ? ഇല്ല, അതെ, സംശയമൊന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഥാചിതേകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിതപാദപങ്കജം സൗമിത്രി രാസാദിത ശുദ്ധമാനസ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അവിടെ രാമൻ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുക. ഏകാന്തത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോയി ചോദിക്കണത്. അല്ലാണ്ട് വേറെ 100 പണി ചെയ്യുന്ന കൂട്ടത്തിൽ പോയിട്ട് സംശയം ചോദിച്ചാൽ ശരിയാവുക? ഒരു ഔചിത്യം വേണ്ടേ ഇതിനൊക്കെ? ഇന്നിപ്പോൾ നാട്ടുകാർക്ക് ഔചിത്യം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണുണ്ടോ സംശയമുണ്ട്. എന്താ സംശയം? ഇല്ലേ? യാത്ര കഴിഞ്ഞ് ഓടിപ്പോയിട്ട് മൂത്രം ഒഴിക്കാൻ പോകും. അപ്പോൾ സ്വാമി ഒരു സെൽഫി എടുക്കട്ടെ എന്ന്. എടാ, എന്തൊരു കഷ്ടം അത്. ഞാൻ മൂത്രം ഒഴിച്ചു വരട്ടെ എന്നിട്ടാവാം സെൽഫി. എന്നാലൊരു സന്തോഷം അതിലുണ്ട് കിട്ടുമോ? എന്താ സന്തോഷം? ഒരു സന്യാസിയുടെ കൂടെ സെൽഫി എടുക്കാനുള്ള താല്പര്യം ഉണ്ടല്ലോ, അത് വലിയൊരു മാറ്റമാണ്. പണ്ടാണെന്ന് വെച്ചാൽ അവഗണിക്കുകയോ അവജ്ഞയോടുകൂടി നോക്കുകയോ ചെയ്തിരുന്നു സന്യാസിയെ. ഇതിപ്പോൾ യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 പേരെങ്കിലും ഉണ്ടാവും സെൽഫി എടുക്കട്ടെ. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാവും. എവിടെ പോയാൽ ഒരു സെൽഫി എടുക്കട്ടെ. തിരക്ക്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. എന്താ സന്തോഷം വെച്ചാൽ 10, 30, 40 കൊല്ലം മുമ്പാണെങ്കിൽ ഒരു സന്യാസിയുടെ കൂടെ ഇങ്ങനെ സെൽഫി എടുക്കാൻ യുവജനങ്ങൾ വരില്ലായിരുന്നു. അന്ന് സെൽഫി ഇല്ല എന്നുള്ളത് വേറെ വിഷയം. ഉണ്ടെങ്കിൽ തന്നെ വരില്ലായിരുന്നു. വന്ന് നമസ്കരിച്ച് ദക്ഷിണയൊക്കെ തരുന്ന ആൾക്കാരായാലും ആൾക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ മെല്ലെ കണ്ടില്ല എന്ന് അടിച്ചിരിക്കുക. ഇന്ന് കാലം മാറി. അത് വലിയൊരു സന്തോഷമാണ്. സനാതനധർമ്മത്തിൻ്റെ വലിയൊരു ഉയർച്ചയുടെയും ഉണർച്ചയുടെയും സൂചനയാണ്. എന്നാലും വേണ്ടേ മൂത്രമൊഴിക്കാൻ തിരക്കിട്ട് പോകുമ്പോൾ വേണോ സെൽഫി എടുക്കാൻ? അതാണ് ഔചിത്യമില്ലായ്മ. അപ്പം അതുകൊണ്ട് വിധിവതെന്ന് പറഞ്ഞാൽ അവിടെ അങ്കിരസ് ശാന്തമായി ഇരിക്കുന്ന സമയമാണ്. 2, ഇയാൾ വേണ്ടതായ രീതിയിൽ ആണ് പോയിട്ടുള്ളത്. പിന്നെ വേറെയും വിധിവതെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളുടെ അടുത്തും രാജാവിൻ്റെ അടുത്തും ഗുരുനാഥൻ്റെ അടുത്തും വെറുകൈയോടുകൂടി പോകരുത് എന്നൊക്കെ ഉണ്ട്. അങ്ങനെയില്ലേ? അങ്ങനെയുണ്ട്. കൊച്ചു കുട്ടിയുടെ അടുത്ത്, രാജാവിൻ്റെ അടുത്ത്, ഗുരുവിൻ്റെ അടുത്ത് വെറും കൈയോടുകൂടി പോകരുത്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാരാ? അമ്മ, അച്ഛൻ, ആചാര്യൻ, 3 ഗുരു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാജാവ്, കൊച്ചുകുട്ടി, അമ്മ, അച്ഛൻ, ആചാര്യൻ, ഈ 5 പേരുടെ അടുത്തേക്കും വെറും കൈയോടുകൂടി പോകരുത്. അമ്മയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. കൂടെ താമസിക്കുന്ന അമ്മയാണെന്ന് വെച്ചാൽ പ്രശ്നമല്ല. അമ്മ വേറെ വീട്ടിലാണെങ്കിൽ അമ്മയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. എന്താ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള വസ്തു വെച്ചാൽ അത് കൊണ്ടുപോകണം, നിർബന്ധം. അതുപോലെ അച്ഛനെ കാണാൻ പോകുമ്പോൾ, അച്ഛൻ വേറെ വീട്ടിലാണെങ്കിൽ എന്താണ് അച്ഛന് ഇഷ്ടമുള്ളത് വെച്ചാൽ, ഇഷ്ടമുള്ളത് കൊടുക്കരുതാത്തതാണെങ്കിൽ കൊടുക്കണ്ട, കൊടുക്കാവുന്നതാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക, അത് വേണ്ടതാണ്. അതുപോലെ ആചാര്യന് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇയാൾ പോയത്. വിധിവത്. ഉപസന്നഹ, അടുത്തുപോയി. ദൂരേന്ന് വിളിച്ച് ചോദിക്കല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് പോയി ഇരുന്നിട്ടാണ് ചോദിക്കണത്. പപ്രച്ഛ, ചോദിച്ചു.
ഇത് വിധിവത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അനേക അർത്ഥങ്ങൾ ചിന്തിക്കണം. എന്താ ചോദിച്ചത്? ഭഗവോ, അല്ലയോ ഭഗവാനേ, വിളിക്കുകയാണ്. അല്ലയോ ഭഗവാനേ. ആ വിളി തന്നെ എന്തൊരു സൗന്ദര്യമാണ്. സർവജ്ഞനായിട്ടുള്ളവനെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ. ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി. ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി. ഉത്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും സകല ഭൂതങ്ങളുടെ വരവിനെക്കുറിച്ചും പോക്കിനെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ 6 വിഷയങ്ങൾ ആർക്കറിയാമോ അയാളെ ഭഗവാൻ എന്ന് വിളിച്ചോളണം എന്നാണ്. അപ്പോൾ സർവജ്ഞൻ എന്നർത്ഥം. ഹേ സർവജ്ഞനായിട്ടുള്ളവനെ, ഞാൻ ഒരു സംശയം ചോദിക്കാം. എന്താ ചോദ്യം? കസ്മിൻ വിജ്ഞാതേ, എന്തറിഞ്ഞാൽ ഇതം സർവം വിജ്ഞാതം ഭവതി, ഇതെല്ലാം അറിയപ്പെട്ടതാകും. എന്നുള്ളത് അവിടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു ആശയവിനിമയത്തിൽ അന്തരം വരരുത്. നമ്മുടെ വീടുകളിലായാലും കുടുംബങ്ങളിലായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ അടിസ്ഥാന കാരണം ആശയവിനിമയത്തിലെ അന്തരമാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയും. പതിയും പത്നിയും ഇടയ്ക്ക്, അല്ലെങ്കിൽ അമ്മയും മക്കൾക്കും ഇടയ്ക്ക് ഒക്കെ ഇതാണ് വലിയ പ്രശ്നം. ഡിവോഴ്സിലേക്കൊക്കെ കലാശിക്കുന്നത് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധ ആകർഷിച്ചിട്ട് വേണം സംസാരിക്കാൻ, അല്ലാണ്ട് കയറി സംസാരിക്കരുത്. ഇത് പലരും മാനിക്കാറില്ല. ഇപ്പോൾ ഒരാളെ ഫോൺ വിളിച്ചാൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൂടെ, എന്നാളാന്ന് പറഞ്ഞൂടെ? അതിന് വരെ ആദ്യം അത് വർത്താനം ചോദിക്കും. അതെങ്ങനെയാത്? ഞാൻ ഇന്നാളാന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ? ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവരുത്. നമുക്ക് നമസ്കരിക്കുമ്പം പോലും മകൻ അച്ഛനെ നമസ്കരിക്കുമ്പം പേര് പറഞ്ഞ് നമസ്കരിക്കണം എന്നാണ് വിധി. എന്താ അച്ഛനും മോൻ്റെ പേരറിയില്ലേ? ഫോൺ വിളിച്ചിട്ട് സ്വാമിജി എന്നെ ഓർമ്മയില്ലേ, മനസ്സിലായില്ലേ? നിന്നെ ഓർമ്മിച്ചിരിക്കുകയല്ലേ എനിക്ക് വേണ്ടി. എന്തൊരു കഷ്ടം. അവർ രൂപത്തോടു കൂടി വന്നിട്ടാണെങ്കിൽ തിരക്കേടില്ല, വീഡിയോ കോൾ ആണെങ്കിൽ തിരക്കേടില്ല. ഫോൺ ശബ്ദം പോലും ഞാൻ ശബ്ദം കേട്ട് എന്നെ ഓർമ്മയില്ലേ, നിന്നെ ഓർമ്മ ഞാൻ നിന്നെ ഓർമ്മിച്ചിരിക്കല്ലേ എനിക്ക് വേണ്ടി. അതിന് പകരം ഇന്നാളാന്നാട് പറഞ്ഞാൽ പോരെ? ഇന്നലെ പെടുന്ന ഒരാൾ ഇന്നലെ വൈകുന്നേരം സ്വാമി എന്നെ മനസ്സിലായോ? ഞാൻ നോക്കി, ഇല്ല. അയാൾക്ക് ആകെ ഒരു വിഷമം. അന്ന് തന്നെ മനസ്സിലാവാഞ്ഞിട്ട് നിനക്ക് അതിനേക്കാൾ നല്ല നിനക്ക് പറഞ്ഞുകൂടെ എന്നാളാന്ന്. ഇന്നലെ ഇവിടെ പാലക്കാട് പരിപാടിക്ക് പോയപ്പോൾ എന്നെ മനസ്സിലായോ? ഞാൻ നോക്കി, മനസ്സിലായില്ല. എന്തൊരു കഷ്ടം. അതിന് വരെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൂടെ ഞാൻ ഇന്നാളാന്നില്ലേ? അതിൽ വല്ല കുഴപ്പമുണ്ടോ? അച്ഛനെ നമസ്കരിക്കുമ്പം പോലും ഇന്ന ഗോത്രത്തിൽ ഇന്ന ആളുടെ പുത്രനായ ഇന്ന ആളാണ് ഞാൻ എന്നും പറഞ്ഞിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഇതാണ് വിധി. ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ ആകർഷിച്ചു. ഭഗവാനെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവാട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചെന്താ? അപ്പോഴാ ചോദ്യം, കസ്മിൻ വിജ്ഞാതേ, എന്തറിഞ്ഞാൽ ഇതം സർവം വിജ്ഞാതം ഭവതി, ഇതെല്ലാം അറിഞ്ഞതായിത്തീരുന്നു. വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം സാധാരണ ഒരു മേഖലയിൽ അറിഞ്ഞാൽ ആ മേഖലയിലുള്ള അറിവല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാം അറിഞ്ഞായി തീരുമോ? ചിന്തിക്കുക. ഇതാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം. ചിലരെങ്കിലും നമ്മൾ ഈ കൂട്ടത്തിൽ ആരും വിചാരിക്കില്ല, പക്ഷെ സമൂഹത്തിൽ ചിലർക്കെങ്കിലും വിചാരമുണ്ട്, ഈ ഉപനിഷത്തുക്കളൊക്കെ ഒന്ന് റിട്ടയർ ആയതിനു ശേഷം പഠിക്കേണ്ടതാണ്. എവിടുന്ന് റിട്ടയർ ആയതിനു ശേഷം? ചോദ്യം. നോക്കൂ, ഇയാൾ മഹാശാലനാണ്, ബിസിനസ്സിൻ്റെ അങ്ങ് അറ്റുള്ള ആളാണ്.
അയാളാ പോയി ചോദിക്കണത്. രണ്ടാമത്തെ വിഷയം, ഇതൊക്കെ സന്യാസിമാർക്കൊക്കെ ഉള്ളതാണ്. ഈ ഉപനിഷത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സന്യാസിമാർക്കൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്കൊന്നും ഉള്ളത് അല്ല. ഇവിടെ ആരാണ് ചോദിക്കണത്? ഇവിടെ ശിഷ്യനാരാ? മഹാശാലനാണ്, ബിസിനസ്സുകാരനാണ്, ഒരുപാട് തിരക്ക് പിടിച്ച ആളാണ്. അയാൾ സന്യാസിയല്ല. സന്യാസിയാണെങ്കിൽ മഹാശാലനാവില്ല. ഇത് വളരെ ശ്രദ്ധിക്കുക. ഇത്തരം തെറ്റിദ്ധാരണകളാണ് നമ്മെ ഉപനിഷത്തിൽ നിന്ന് അകറ്റി വെക്കണത്. റിട്ടയറായിട്ട് എവിടുന്ന് റിട്ടയറായിട്ട് ചോദ്യം. ഇപ്പോൾ ഉപനിഷത്തൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വയസ്സാവിട്ട് അല്ല പഠിക്കേണ്ടത്, ചെറുപ്പത്തിലേ പഠിക്കണം. സ്വസ്ഥമായിരിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങൾക്ക് പ്രബലമായ ശക്തിയുള്ളപ്പോൾ വേണം ഉപനിഷത്ത് പഠിക്കാൻ. നമുക്കൊക്കെ തന്നെ ഒരു സൂക്ഷ്മമായി വിചാരം ചെയ്യാനുള്ള ശേഷിയൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇല്ലേ? ഇവിടെ ഉള്ളവർക്കല്ല പറയണത്, ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നും നല്ല നല്ല ശേഷിയാണ്. അല്ലാതെ പുറമെ ഉള്ളവർക്ക് അങ്ങനെയാണ് ഇല്ലേ? ഓർമ്മിക്കാനുള്ള ശക്തി, വിചാരം ചെയ്യാനുള്ള ശേഷിയൊക്കെ ഒന്ന് കുറയും കുറച്ച് പ്രായം കൂടുമ്പോൾ. നമുക്കൊക്കെ ഉറപ്പായിട്ടും പറയാം, ഒരു 10-30 കൊല്ലം മുമ്പുള്ളത് എടുത്ത് ചിലവാക്കല്ലാണ്ട് പുതുതായിട്ടൊന്നും സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ഉള്ളത് പറഞ്ഞാൽ എന്താ? തുറന്നു പറയുക. 10-35 കൊല്ലം മുമ്പ് സ്റ്റോർ ചെയ്ത് വെച്ച സാധനം അങ്ങനെ എടുത്ത് ചിലവാക്കുക, അതുണ്ടാവും. അല്ലാതെ ഇപ്പം എന്ത് പഠിച്ചാലും വായിച്ചാലും അപ്പോൾ ഒക്കെ മനസ്സിലാവും. 5 മിനിറ്റ് കഴിഞ്ഞ് എന്താ സ്വാമി നേരത്തെ വായിച്ചത്? എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്ന് പറയും. എന്താ അതിൽ യാതൊരു അപകർഷതയൊന്നുമില്ല, കാരണം അത് ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അതിലെന്തിനാ മറ്റൊരു മോശം ചിന്തിക്കുന്നത്? നമ്മുടെ തലച്ചോറൊക്കെ അങ്ങനെയല്ലേ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 33 വയസ്സാണ്ട് കഴിഞ്ഞാൽ യൗവനം കഴിഞ്ഞു. എന്നാലും ഊർജ്ജസ്വലത ഉണ്ടാവുമെന്നാണ് പറയണത് ഒരു 83 വയസ്സ് വരെയൊക്കെ തലച്ചോറിന്. വൃദ്ധത്വമൊന്നും വരില്ല. ദേഹമൊക്കെ വൃദ്ധനായാലും തലച്ചോറ് വൃദ്ധനാവാൻ കുറേ കാലം കഴിയുമെന്നാണ് പറയണത്. എന്നാൽ ആ ബാല്യം കഴിഞ്ഞു. ബാല്യത്തിലാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. ഒരു 33 വയസ്സ്, ഒരു 2 വയസ്സോടെ എക്സ്ട്രാ എടുക്കാം, ഒരു 35. പിന്നെയൊക്കെ അന്നന്നത്തെ ചിലവിന്, അന്ന് പണിയെടുക്കുക അന്ന് ചിലവാക്കുക, അന്ന് പണിയെടുക്കുക അന്ന് ചിലവാക്കുക. അതാണ് അത്. ഇത് വല്ലതും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് പഠിച്ചാൽ നല്ലത്. നല്ല ഋഷിമാരുണ്ടാവുള്ളൂ നമ്മളെ നാട്ടിൽ, അല്ലാച്ചാൽ ഉണ്ടാവില്ല. ഇത് ഓർമ്മിച്ചാൽ നല്ലതാ. ഋഷിമാരുണ്ടായാൽ മാത്രമേ വിദ്യ സംരക്ഷിതമാക്കൂ, അല്ലെങ്കിൽ ആവില്ല. അതുകൊണ്ട് ഇത് മഹാശാലൻ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിക്കുക. 2 വിധിവത് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഋഷിമാരെന്ന് പറഞ്ഞാൽ ശാസ്ത്രപ്രവർത്തകന്മാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഋഷി മന്ത്രദ്രഷ്ടാവാണ് ശരിക്കും പറഞ്ഞാൽ. മന്ത്രദ്രഷ്ടാവാണ് ഋഷി. എന്നാലും നമ്മളിപ്പോൾ രമണ മഹർഷിയൊക്കെ മഹർഷി എന്ന് പറയില്ലേ? രമണ മഹർഷി വല്ല മന്ത്രവും ദർശിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മന്ത്രം വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ മന്ത്ര താത്പര്യം വ്യാഖ്യാനിച്ചു. അപ്പോൾ ശാസ്ത്രപ്രവർത്തകന്മാരുണ്ടാവണമെങ്കിൽ ചെറുപ്പത്തിലേ പഠിക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നമ്മളൊക്കെ ചെറുപ്പമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെല്ലാം യുവതി യുവാക്കന്മാരാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ല. പിന്നല്ലാണ്ടോ, തീർച്ചയായിട്ടും. ഇപ്പോൾ സമ്പാദിച്ചാൽ ആ സമ്പാദ്യം കൊണ്ട് വരാം, വന്നിട്ട് തുടരാം. നല്ലതാണ്. എന്തായാലും സമ്പാദിക്കണം, ഒരിക്കലും വെറുതെ ആവില്ല. പലിശ അടക്കം ഇത് വർദ്ധിച്ചോളും, ഒരിക്കലും മോശമാവില്ല. ശരി, ഏതായാലും ശൗനകോഹ വൈ മഹാശാലഹ, മഹാശാലനായ ശൗനകൻ അങ്കിരസിനെ വിധിവതുപസന്ന പപ്രച്ഛ, വിധിപ്രകാരം ഉപസന്നനായി അരികെ പ്രാപിച്ച് പപ്രച്ഛ, ചോദിച്ചു. എന്താ ചോദിച്ചത്? കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും. അല്പം കഴിഞ്ഞ് തുടരാം.
അല്പം കഴിഞ്ഞിട്ട് തുടരാം.